കേട്ടിട്ടുണ്ടാകാം 2013 പിക്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ തൊടുപുഴയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. 2013 താങ്കൾ പറഞ്ഞിരിക്കുന്ന പല ഹിന്റുകളും ജയസൂര്യക്ക് അനുകൂലമായ ചില ഹിന്റുകളാണ്. ജയസൂര്യ എന്ന് പറയുന്ന ഒരു പേരിന് അനുകൂലം. നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ തൊടുപുഴ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുക. തലയ്ക്ക് മീതെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ്. ഇനി നീ എങ്ങാനും ഇത്തരത്തിൽ ഒരു പേര് മുന്നിൽ നിർത്തിക്കൊണ്ട് പലരും ചോദിക്കുകയാണ് ഇതാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയാൻ കഴിയുമോ? ജയസൂര്യ അല്ല. എല്ലായിടത്തും പെണ്ണിനെ പീഡിപ്പിക്കുന്നു എന്നല്ലേ വാർത്ത? ഇന്ന് തിരിച്ചായിക്കോട്ടെ, ഒരു സ്ത്രീ പുരുഷനെ പീഡിപ്പിച്ചു എന്നാണ്. അപ്പൊ ഞാനിപ്പോ ഈ ജയസൂര്യ അടക്കമുള്ള ആളുകളുടെ എന്താ പറയുക, അവരെ കോർണർ ചെയ്ത് ഇനി അങ്ങോട്ട് നിങ്ങൾ ആരും അവരെ ഒന്ന് വലിച്ചഴക്കുകയാണ്. ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ. എനിക്ക് തോന്നുന്നു ഫോക്കസിലൂടെയാണ് ആദ്യമായി ജയസൂര്യ അല്ല എന്നൊരു വാക്ക് പറയുന്നു. ഇതുവരെ ഈ വ്യക്തിയും കുടുംബവും അനുഭവിച്ചിരിക്കുന്ന സൈബർ ആക്രമണം മറ്റൊരു സൈഡാണ്. അതിലൊരു കുറ്റബോധമുണ്ടോ? എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. കാരണം എനിക്കിപ്പോ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പൊ ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല വേറൊരു അലിഗേഷനോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരുപാട് ആളുകൾ കോർണർ ചെയ്ത് ഓരോ ആർട്ടിസ്റ്റിനെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളൊന്നും നമ്മൾ കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പല ആർട്ടിസ്റ്റുകളുടെ പേരുകൾ, പല താരങ്ങളുടെ പേരുകൾ, സൂപ്പർ താരങ്ങളുടെ ലാലേട്ടൻ, ദുൽഖർ. ഇനി നീ എങ്ങാനും ദുൽഖർ സൽമാനെ പറയുന്നു, ദുൽഖർ സൽമാനെ ഒന്നും പറഞ്ഞതായിട്ട് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ ഞാൻ കുറെ കമന്റും കുറെ ട്രോളും ഒക്കെ ഞാൻ കണ്ടു. കുറെ ആൾക്കാരെ ദുൽഖർ സൽമാനെ പറയേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.